രണ്ട് പതിറ്റാണ്ടായി കൈവിടാത്ത അരുവിക്കര മണ്ഡലം ഇത്തവണയും കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. ജി കാർത്തികേയന് മണ്ഡലത്തിലെ ജനങ്ങളോടുണ്ടായിരുന്ന വൈകാരിക ബന്ധം വോട്ടായി മാറുമെന്നും UDF ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റം LDFന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതേസമയം മോദി നടത്താൻ ശ്രമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അരുവിക്കരയിലും ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിശ്വാസം. അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളുടെയും കണക്ക് പരിശോധിച്ചാൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. തൊളിക്കോട്, ഉഴമലക്കൽ, കുറ്റിച്ചൽ, ആര്യനാട് എന്നീ 4 പഞ്ചായത്തുകൾ LDF ഭരിക്കുമ്പോൾ വിതുര, അരുവിക്കര, വെള്ളനാട്, പൂവച്ചൽ എന്നീ 4 പഞ്ചായത്തുകൾ UDFനൊപ്പമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10,000-ൽ പരം വോട്ടുകളായിരുന്നു ജി കാർത്തികേയന്റെ ഭൂരിപക്ഷം. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി A സമ്പത്ത് 4,000-ൽ പരം വോട്ടുകൾക്ക് ഇവിടെ മുന്നിലെത്തി. ഈ വോട്ടിംഗ് നിലയാണ് LDFന് പ്രതീക്ഷ നൽകുന്നത്. അഴിമതി ആരോപണങ്ങൾ ഉയരുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം ഇത്തവണ വർദ്ധിക്കുമെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. 10,000-ലേറെ കാർത്തികേയൻ സാർ ലീഡ് ചെയ്തിടത്ത് 4,000-ൽ ഏകദേശം 5,000-ഓളം വോട്ട് സമ്പത്ത് ലീഡ് ചെയ്തു. ഏകദേശം 20,000-ഓളം വോട്ട് തിരിച്ചുപിടിച്ചു. ജനങ്ങളുടെ അസംതൃപ്തി ഉണ്ട് അതിനകത്ത്. എന്നാൽ 1991-ന് ശേഷം അരുവിക്കരയിൽ പരാജയം പറഞ്ഞിട്ടില്ല എന്നതിലാണ് UDFന്റെ പ്രതീക്ഷ. അഴിമതി ആരോപണങ്ങൾ വോട്ടിംഗ് നിലയെ ബാധിക്കില്ലെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആ വോട്ടർമാരെ സ്വാധീനിക്കുന്നത് ഈ വിവാദങ്ങളായിരിക്കില്ല എന്നതാണ് അവസ്ഥ. മോഡി ഉയർത്തിയ വികസനമാണ് BJP അരുവിക്കരയിൽ മുന്നോട്ട് വെക്കുന്നത്. മരണമല്ല ഇന്നത്തെ അവിടുത്തെ ചർച്ചാ വിഷയം. അവിടുത്തെ ചർച്ചാ വിഷയം വികസനവും അഴിമതിയുമാണ് ഈ സർക്കാരിൻ്റെ. PC ജോർജിന്റെ സ്ഥാനാർത്ഥി കൂടി വരുന്നതോടെ തെരഞ്ഞെടുപ്പ് കൊഴുക്കുമെന്ന് ഉറപ്പ്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്നത് പോലെ മുന്നണികളെല്ലാം തന്നെ കണക്കുകൾ നിരത്തി അവരവരുടെ സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ ജയിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ അടുത്ത മാസം 27-ന് ജനങ്ങളെഴുതുന്ന വിധി ഉമ്മൻചാണ്ടിക്ക് നിലനിൽപ്പിന്റെയും ഇടതുമുന്നണിക്ക് തിരിച്ചുവരവിന്റെയും BJPക്ക് അക്കൗണ്ട് തുറക്കുന്നതിന്റെയുമാണ്. അരുവിക്കരയിൽ നിന്ന് ക്യാമറമാൻ ഷിജു നായർക്കൊപ്പം സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ.